ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ദിവസം പെരുന്നാളിനോടനുബന്ധിച്ച് അടുത്തൊരു വിഭവമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പം 3, 4, 5 വട്ടം ട്രൈ ചെയ്താലും എൻ്റെ കറക്റ്റായിട്ട് അങ്ങോട്ട് വരുന്നില്ല, നല്ല സോഫ്റ്റോട് കൂടി കിട്ടുന്നില്ല. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി എള്ളൊക്കെ എക്സ്ട്രാ ഞാൻ ചേർക്കുന്ന വിഭവങ്ങളാട്ടോ. സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ റവയും മൈദയും ശർക്കരയും എല്ലാം ഉരുക്കി ഞാൻ ഇതേപോലെ തലേദിവസം കുഴച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അമ്മച്ചി ചെയ്യാറുള്ള പോലെയാണ് ചെയ്യാറ്. അപ്പം ഇത് നമ്മുടെ മേമയുടെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെയൊക്കെ കുഴച്ച് സെറ്റാക്കി എടുത്താലും എൻ്റെ ഉണ്ണിയപ്പം പഴയതുപോലെ തന്നെയാവും. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം വരുമ്പോഴായിരിക്കും ഇതേപോലെ ചിലപ്പോൾ എട്ടിൻ്റെ പണി കിട്ടുക. കഴിക്കാനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സോഫ്റ്റ്നെസ് എനിക്ക് കിട്ടിയില്ല. നമുക്ക് കടയിൽ നിന്നൊക്കെ ഉണ്ണിയപ്പം കിട്ടില്ലേ, പഞ്ഞിക്കെട്ട് പോലുള്ള ഉണ്ണിയപ്പം, അതുപോലെ ഒന്നും ആയില്ല കേട്ടോ. ഇനി ചിലപ്പോൾ ട്രൈ ചെയ്ത് ശരിയാവായിരിക്കും. ഉണ്ടാക്കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിന് ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ പോലെയായി. ബാക്ക് വശമൊന്നും കുഴപ്പമില്ല, ഉള്ളിലും കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് പണ്ട് അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചി ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പുള്ളതൊക്കെ മാറ്റി വയ്ക്കും. നമ്മളോട് ടേസ്റ്റ് നോക്കാൻ പറയുമ്പോൾ നമുക്ക് ആ പൊട്ടി പൊളിഞ്ഞ പോലത്തെ ഉണ്ണിയപ്പൊക്കെയാണ് എടുത്തു തരിക. അപ്പം ഞാനിത് ഉണ്ടാക്കുമ്പോൾ ശരിക്കും അതോർത്ത് ഞാൻ ശരിക്കും അങ്ങനെ ചിന്തിച്ചു പോയിട്ടോ. ശരിക്കും എനിക്ക് ചിരിയാണ് വന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ എൻ്റെ പെരുന്നാൾ ഉണ്ണിയപ്പം ഇതാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല കളറോട് കൂടി തന്നെ ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് അല്ല, എന്നാലും കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കുഴപ്പമുള്ളത് ഫ്രണ്ടിലൊക്കെ ഇതേപോലെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഉണ്ണിയപ്പം മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കണേ. ഇതാണ് ഇപ്രാവശ്യത്തെ ഉണ്ണിയപ്പം കേട്ടോ. അപ്പോൾ അടുത്ത പെരുന്നാൾ വിശേഷമായിട്ട് വീണ്ടും വരാട്ടോ. ഇതേപോലെ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുമ്പോഴാണ് ഇതേപോലെ എട്ടിൻ്റെ പണി കിട്ടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.